കുറെ വർഷങ്ങളായി. പണ്ടൊക്കെ മാനേജ്മെന്റിന്റെ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ ആശയം മുന്നോട്ട് വെച്ചതും നമുക്ക് നമ്മുടെ മേഖലയിൽ എങ്ങനെ നമുക്ക് നല്ല വ്യക്തിത്വങ്ങളാവാം, നല്ല ബോധ്യത്തോട് കൂടിയിട്ടാണ് ഈ ക്ലാസ് നടത്തുന്നത്. ഞങ്ങളുടെ ആദ്യ സ്റ്റാഫ് 22 പേരുണ്ട്. പഠിച്ചാൽ വേണ്ടി പ്രവർത്തിയും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ട്രെയിനിങ് റീട്രെയിനിങ് ഉദ്ദേശിക്കുന്നത് കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് മാറ്റം വരുന്നത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് നമ്മളും രൂപാന്തരപ്പെടുവാനുമാണ്. നമുക്ക് വേണ്ടുന്ന പുതിയ അറിവുകൾ, പുതിയ വിജ്ഞാനം ഇതൊക്കെ ലഭിക്കാൻ വേണ്ടിയാണ് ഈ ട്രെയിനിങ് അറേഞ്ച് ചെയ്യുന്നത്. പലർക്കും ട്രെയിനിങ് ചിലപ്പോൾ തോന്നുമ്പോൾ ഇതൊക്കെ എനിക്കറിയാവുന്ന അല്ല. മാറ്റം കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് പല ചേഞ്ചുകളും വരുന്നുണ്ട് ഓരോ ഫീൽഡിലും. ആ ഫീൽഡ് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. സാങ്കേതിക വിദ്യയായാലും കൊള്ളാം, മറ്റേത് വിദ്യയായാലും കൊള്ളാം. ആ വിദ്യകൾ നമുക്ക് എങ്ങനെ നമ്മുടെ ആവശ്യത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്ക് കുറച്ചുകൂടെ നല്ല കുട്ടികളാക്കാൻ, അവരുടെ ജീവിതത്തിൽ അവരുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുവാൻ അത് എങ്ങനെ സാധിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾ പഠിപ്പിക്കണം. അതുകൊണ്ട് ഈ ഒരു സന്ദർഭങ്ങൾ ആരും അത് നിസ്സാരമായി കാണരുത്. കിട്ടുന്ന ട്രെയിനിങ്ങും അതിനുള്ള ഇമ്പാർട്ട് ചെയ്യുന്ന നോളജും നിങ്ങളത് പ്രയോജനപ്പെടുത്തി ഇവിടുത്തെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, അതായത് നമ്മുടെ ഡെവലപ്മെൻറ്റ് എല്ലാ ഫീൽഡിലും അവർക്ക് മറ്റേതായ പരിമിതികളുണ്ടെങ്കിലും അതെല്ലാം മറന്നിട്ട് അല്ലെങ്കിൽ അതെല്ലാം അവഗണിച്ചുകൊണ്ട് അവരുടെ കുറച്ചുകൂടെ അവരുടെ ജീവിതരംഗങ്ങളെ കൂടെ എങ്ങനെ നല്ലവരാക്കി തീർക്കാം, അല്ലെങ്കിൽ അവരുടെ ചെയ്യുന്ന ജോലികളിൽ അവർക്ക് എങ്ങനെ പ്രാഗൽഭ്യം കാണിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ഇമാരുടെ ട്രെയിനിങ് നടത്തുന്നത്. അതെല്ലാവരും ചിലപ്പോഴൊക്കെ മറ്റാളിലേക്ക് പോയി തട്ടുന്നുണ്ടാവും. അതൊക്കെ ഓക്കെയാണ്. ഓക്കെ, നൗ സ്റ്റോപ്പ്. കണ്ണു തുറക്കാം. ക്ലാപ്പ്, ജംപ്. ഇനി ഇതിനൊരു ചെറിയ മാറ്റം ഞാൻ കൊണ്ടുവരാണേ. കണ്ണു തുറന്നില്ല. ഞാൻ മൂവ് എന്ന് പറഞ്ഞാൽ ഇനി തൊട്ട് സ്റ്റോപ്പ്. ഓക്കെ, സൂപ്പർ. ഇനി ഒരു ചെറിയ ചേഞ്ച് കൂടെ വരാം. ഞാൻ എപ്പോഴും ക്ലാപ്പ് എന്ന് പറയുമ്പോൾ അത് ജമ്പാണ്. ഞാൻ ജമ്പ് എന്ന് പറഞ്ഞ ക്ലാപ്പാണ്. മൂവ് എന്ന് പറഞ്ഞ സ്റ്റോപ്പ്, ആ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മൂവാണ്. അങ്ങനെയാണെങ്കിൽ മൂവ്, സ്റ്റോപ്പ്, സ്റ്റോപ്പ്. വെരി ഗുഡ്. മൂവ്, ക്ലാപ്പ്, ജമ്പ്, ക്ലാപ്പ്, ക്ലാപ്പ്. പിന്നെ ഒരുപാട് കഴിഞ്ഞു ഈ ഭാഗത്തല്ല ഇരിക്കുന്ന പൊസിഷൻ എല്ലാവരും നേരത്തെ കസര ഇവിടെ തന്നെ ഇരിക്കാം. ചില ആക്ടിവിറ്റീസ് വരുമ്പോൾ ഞാൻ അതിനനുസരിച്ച് ഞാൻ പറയണം. ഏതാ? വൺ ഈ സൈഡ്, വൺ ഈ സൈഡ്. അത് പേര് കേട്ടെടുത്തു. ഇവിടെ ഒരു ചേഞ്ചിന് റെഡി ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന ആളോ ഒന്നും നിങ്ങളുടെ അടുത്ത സുഹൃത്തൊന്നും ആവുന്നു. ഇപ്പൊ നേരത്തെ ഒരു പക്ഷെ നിങ്ങളുടെ തൊട്ടടുത്ത് നിന്നാൽ നിങ്ങളുടെ ചങ്കായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനെല്ലാം ബ്രേക്ക് ചെയ്ത്, കാരണം നമ്മളൊരു മാസീവ് ചേഞ്ചിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. ചേഞ്ച് ഒരുപാട് നമ്മൾ വളരെ ഒരുപക്ഷെ നമ്മളെക്കാട്ടിൽ പൊടിക്ക് ആ ഒരു ഫാക്ടർ കൂടുതലായതുകൊണ്ടായിരിക്കും കൂടുതൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരേ സ്ട്രെങ്ത് തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അതൊക്കെ നിങ്ങളുടെ കോർ സ്ട്രെങ്ത് ആണ്, ശരിക്കുള്ള കോർ സ്ട്രെങ്തുകളാണ്. ഇത് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നതാണ്. ഈ സ്ട്രെങ്തുകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മളൊന്ന് എഴുതാനും ഒന്ന് ആലോചിക്കാനും പറഞ്ഞാൽ ഒറ്റ ഒന്നും പോലും എന്താ പ്രശ്നം എന്നറിയാം. നമ്മൾ മറ്റുള്ളവരെ റെഫറൻസ് എടുത്തിട്ടാണ് ജീവിക്കുന്നത്. മറ്റൊരു വ്യക്തിക്ക് നമ്മളൊരു റെഫറൻസ് ആവും. നമ്മളൊന്ന് ആലോചിച്ച് ഓരോ കുട്ടിയോടും അപ്രിസിയേഷൻ എന്തിപ്പോ നിങ്ങൾക്ക് അപ്രിസിയേഷൻ തരുക. ഒറ്റ കൈ നടക്കുമ്പോൾ വേറെ ഒരു കൈ നടക്കുമ്പോൾ അത് ഭിത്തിയിൽ തട്ടുന്നത് മറ്റ് അടുത്ത ഒന്ന് കറങ്ങി നോക്കി. റൈറ്റ് ഹാൻഡ് ഇങ്ങനെ നേരെ കൊടുക്കുക. നിങ്ങളുടെ ബോഡി നിൽക്കുന്ന പൊസിഷനിൽ നേരെ വെക്കുക. ചൂണ്ടുവിരൽ അത് ചൂണ്ടിക്കൊണ്ട് തരും.
എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മൂവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ റൈറ്റ് ഹാൻഡ് നിങ്ങളുടെ റൈറ്റിലേക്ക് മൂവ് ചെയ്യണം, നിങ്ങളുടെ വലതുവശത്തേക്ക് തന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകണം. നമ്മുടെ കാലുകൾ അവിടെ മാറ്റാൻ പാടില്ല, പക്ഷെ നമ്മുടെ ശരീരം ഇങ്ങനെ പോകാം, വളയാം. എന്നിട്ട് കൈ എത്രമാത്രം ബാക്ക് എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ വലതുവശത്തേക്ക് നമ്മൾ പരമാവധി അതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, എന്നാ ഹോൾഡ് ചെയ്തു. അപ്പൊ വലതുവശത്തേക്ക് പരമാവധി ബാക്കിലേക്ക് കൊണ്ടുപോവുക. ഒരു പൊസിഷൻ നമ്മൾ മനസ്സിൽ കാണുക. ഓക്കെ, മനസ്സിൽ ഒന്ന് കണ്ടോണം ആ പൊസിഷൻ എവിടെയാണെന്ന് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുപോകും. ഇപ്പൊ നമ്മൾ എത്ര ഡിഗ്രി തിരിച്ചിട്ടുണ്ടാവും എന്നൊന്ന് മനസ്സിലാലോചിക്കുക. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു 90 ഡിഗ്രി, അത് കഴിഞ്ഞാൽ അടുത്തത് 180 ഡിഗ്രി. ഇപ്പൊ എത്ര ഡിഗ്രി തിരിച്ചു? 270 ഡിഗ്രിയിൽ കൂടുതൽ ഒരുമാതിരി എല്ലാവരും തിരിച്ചു എന്നാണ് ഇവിടെ ഇവിടം വരെ വന്നിച്ചാണ്. ഇവിടം വരെ പോയി അത് 100 അല്ല, അതിനപ്പുറത്തേക്ക്. യെസ്, അങ്ങനെയാണ് നിറഞ്ഞൊരു കൈകളോട് തിരിച്ചു. ഒരു 1000 ചിന്തകളാണ് മത്സരം പോകുന്ന ആളായിട്ട്. ആ ചാർജിങ്ങിൽ എന്തെങ്കിലും പറയാമോ? ഒരു ദിവസം ഒരു ഗസ് ചെയ്തോളെ എന്ത് ഫീൽ ചെയ്യുന്നു. അപ്പൊ നിങ്ങളിത് മാറ്റി നോക്കിയപ്പോഴാണ് 100 ഡിഗ്രി അപ്പുറത്തേക്ക് പോകുന്നത്. മനസ്സിലായി? നിങ്ങളുടെ മനസ്സിനോട് ചെയ്ത് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ഒരു നല്ല ഉള്ളിലേക്ക് എടുക്കുക, ഉള്ളിലേക്ക് നല്ലോണം വിശ്വസിക്കുക. ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് അതൊക്കെ എക്സൈൽ ചെയ്യുക. ഒന്നുകൂടെ ഇൻഹേൽ ചെയ്യുക, അകത്തേക്ക് ശ്വാസം എടുക്കുക. ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഉള്ളിലേക്ക് ഇൻഹേൽ ചെയ്യുക. 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ശ്വാസം നിങ്ങളുടെ ഒരു 1000 ചിന്തകളാണ് മത്സരം പോകുന്ന ആളായിട്ട്. ആ ചാർജിങ്ങിൽ എന്തെങ്കിലും പറയാമോ? ഒരു ദിവസം ഒരു ഗസ് ചെയ്തോളെ എന്ത് ഫീൽ ചെയ്യുന്നു. അപ്പൊ നിങ്ങളിത് മാറ്റി നോക്കിയപ്പോഴാണ് 100 ഡിഗ്രി അപ്പുറത്തേക്ക് പോകുന്നത്. മനസ്സിലായി? നിങ്ങളുടെ മനസ്സിനോട് ചെയ്ത് നിങ്ങൾ 2 കൈകളും കൈകൊപ്പ്, കൈവെള്ള, കൈവെള്ളി. ഓക്കെ, 2 കൈകളും വളരെ നിങ്ങൾ രണ്ടുപേരും ഈ പൊസിഷനിലേക്ക് നിൽക്കുക. എന്നാ തൊട്ട് മുന്നേ നാളെയും വിളിച്ചു, അടുത്തേക്ക് വിളിച്ചു. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ആ ഇൻഫർമേഷൻ പാസ് ചെയ്തതിനു ശേഷം നിങ്ങൾ പോകാം. 30 to 40 സെക്കൻഡ്സ് കൊടുത്തി. ഇവിടെ ആൾ കുറഞ്ഞ ഇവിടെയാണോ? ആദ്യം നിൽക്കുന്ന 2 പേര് കേട്ടതിന് ശേഷം ഇവിടെ വന്നിട്ട് എഴുതിട്ട് എത്തിക്കുക. കേട്ടിട്ട് ഇവിടെ വന്നിട്ട്
അതിന് സാറ് എൻ്റെ കൂടിക്ക് പോലെ ഞാൻ അങ്ങോട്ടേക്ക് സാർ അവിടെ നിന്നാൽ മതി. ഞാൻ കൊടുത്ത ഇൻഫർമേഷനാണ് രാത്രി 2 മണിക്ക് ചാലക്കുടിയിലുള്ള ശ്രീമുരുകൻ ജ്വല്ലറി കുത്തി തുറന്ന് മുരുകേശൻ അവിടെ നിന്നും 100 പവനും 60,000 രൂപ രാത്രി 2 മണിക്ക് ചാലക്കുടിയിലുള്ള ശ്രീമുരുകൻ ജ്വല്ലറി കുത്തി തുറന്ന് മുരുകേശൻ അവിടെ നിന്ന് 100 പവനും 60,000 രൂപ എടുത്ത് കടന്നു കളഞ്ഞതാണ് ഒരു കള്ളൻ മുരുകേശൻ ജ്വല്ലറിയിൽ വന്ന് സ്വർണം കട്ടെടുത്തു. ഓക്കെ, സ്ഥലമൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മാറ്റി. രാത്രി തൃശ്ശൂര് ശ്രീമുരുകൻ 20 ലക്ഷം രൂപ ജ്വല്ലറി ജ്വല്ലറി പോയി സ്വന്തം പോയി. പക്ഷെ 20 ലക്ഷം രൂപ. ഓക്കെ, നല്ലൊരു കഴിവ്. ഓക്കെ, ഇത് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ ആണോ നമ്മൾ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുന്നതിന്റെ അകത്ത് കുറെ ഫിൽട്രേഷൻ സംഭവിക്കും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ വളരെ സ്പെസിഫിക്കും അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലും ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെ. പല ആ ഗ്യാപ്പിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, പലതരത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ? കമ്മ്യൂണിക്കേഷൻ സ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ കമ്മ്യൂണിക്കേഷനിൽ വെർബൽ ഉണ്ട് അല്ലേ, സംസാരം. പിന്നെ ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ? ആക്ഷനിലൂടെ, വോയിസിലൂടെ. എത്ര ശതമാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു? 100-ൽ എത്ര ശതമാനം? 30, 50, 20%. Sir, very right, very close to that. Okay, നല്ല കാര്യമുണ്ട്. 7%. Okay, only 7% is communicated through words.